ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻസ് ആയിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ ഇക്വേഷൻ എന്താണ്, അതേപോലെ ഐഡൻറ്റിറ്റി എന്താണ്, ടൈപ്സ് ഓഫ് ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞു. ഇന്നതിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. 6 ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് 3x ഈസ് ഈക്വൽ ടു 6. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഈക്വൽ ടുവിന് അപ്പുറത്ത് പോകുമ്പോൾ അത് ഡിവിഷൻ ആവും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 6/3 ഈസ് ഈക്വൽ ടു 2 എന്നാണ് ആൻസർ വരിക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ സോൾവ് എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 6. എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 6. അപ്പോൾ എക്സിനെ നമ്മൾ എക്സിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. എക്സിനെ ഇതേപോലെ ഇവിടെ വെച്ചു. 3ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ 6 - 3 എന്ന് വരും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 6 - 3 ഈസ് ഈക്വൽ ടു 3 എന്നാണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് 4x plus y is equal to 3x plus 12. 4x plus y is equal to 3x plus 12. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എക്സിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ എടുത്ത് എഴുതുക 4x plus 7 is equal to 3x plus 12. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ എക്സ് ഉള്ളതൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് കൊണ്ടുവരാം. ബാക്കി റിയൽ നമ്പേഴ്സ് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ 4x ഇവിടെ വെച്ചു. 3x പ്ലസ് അല്ലേ, ഈ പ്ലസ് 3x ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് വരുമ്പോൾ, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ -3x ആവും. പിന്നെ 7 അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ 12 - 7 അല്ലേ. അപ്പോൾ 4x - 3x എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് കിട്ടി. 12 - 7 ആൻസർ വരുന്നത് 5. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 5 എന്ന ആൻസർ വരും. ഓക്കെ, ഒക്കെ സിമ്പിളായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് നമുക്ക് എക്സാമ്പിൾ 4 സോൾവ് 7 × x - 2 + 8 × x - 3 - 22 ഈസ് ഈക്വൽ ടു x + 10. അപ്പോൾ ഇത്രയും വലിയൊരു ഇക്വേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടെത്തണം. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻസ് സിംപ്ലിഫൈ ചെയ്യുക, അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 7x അല്ലേ, 7 × x - 2 അപ്പോൾ 7x, എക്സിന് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 7 -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 7x - 14 എന്ന് വരും. 7x - 14. ദെൻ 8 × x - 3 എന്താ, ഇതേപോലെ തന്നെ 8 × x 8x, 8 × -3 എന്ന് വരും, -24 എന്ന് വരും. പിന്നെ ബാക്കി വരുന്നത് -22 ഈസ് ഈക്വൽ ടു x + 10 എന്ന് വന്നു. ഓക്കെ, ഇനി എക്സിനെല്ലാം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. എക്സിനെല്ലാം ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകാം. പിന്നെ റിയൽ നമ്പേഴ്സിനൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 7x ഇവിടെ 7x ഉണ്ട്, പ്ലസ് 8x ഉണ്ട്, പിന്നെ ഒരു x ഉണ്ട് അല്ലേ. അപ്പോൾ ഈ എക്സിന് എന്ത് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 7x + 8x പ്ലസ് x ആണ്, അത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് ആവും. അപ്പോൾ -x ഈസ് ഈക്വൽ ടു 10 + 14 + 24 + 22. അതായത് 10, അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരിക. -14 അല്ലേ, +14 ആവും. -24 അല്ലേ, +24 ആവും. -22 + 22 ആവും. അപ്പോൾ ഇനി നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ 7x + 8x - x ആണ്. അപ്പോൾ 8x - x ഒന്ന് പോകുമ്പോൾ 7x ആയി. അപ്പോൾ 7x ഉം 7x ഉം കൂട്ടുമ്പോൾ 14x എന്ന് കിട്ടി. പിന്നെ 10 + 14 + 24 + 22 ചെയ്യുമ്പോൾ 70 എന്ന് കിട്ടും. ഇനി 14x ഈസ് ഈക്വൽ ടു 70 കിട്ടിയാൽ നമുക്ക് എക്സ് കാണാൻ എന്താ ചെയ്താൽ മതി, 14 ഡിവൈഡ് ചെയ്യുക. 70 കൊണ്ട് 14 ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് 5. ഓക്കെ, വേറെ ഈക്വേഷൻ തന്നാൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ ബ്രാക്കറ്റൊക്കെ തന്നാൽ അത് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് എക്സാമ്പിൾ വരുന്നത് ഇപ്പോൾ 5th ക്വസ്റ്റ്യൻ ഫൈൻഡ് 2 numbers whose sum is 30 and difference is 4. അപ്പോൾ നമ്മൾ ഒരു നമ്പർ x ആണെന്ന് എടുക്കുക, മറ്റു നമ്പർ 30 - x ആണെന്ന് എടുക്കുക. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, 2 നമ്പേഴ്സ് ഉണ്ട്, ആ 2 നമ്പർ കൂട്ടിയാൽ 30 കിട്ടും, അതിൻ്റെ ഡിഫറൻസ് 4 ആണ്. അപ്പോൾ നമ്മളൊരു നമ്പറിനെ x ആയിട്ട് കണക്കാക്കുക. പിന്നെ 30 - x ആണ് മറ്റൊരു നമ്പർ എന്ന് പറഞ്ഞത് അല്ലേ, സമ്മാണല്ലോ 30. അപ്പോൾ നമ്മൾ ഡിഫറൻസ് 4 ആണെന്ന് പറഞ്ഞു, അതായത് 30 - xൽ നിന്ന് x കുറച്ചാൽ എന്താ നമുക്ക് കിട്ടുന്നത്, 4 ആണ് കിട്ടുന്നത്. 30 - xൽ നിന്ന് അതൊരു സംഖ്യയാണ്, അതിൽ നിന്ന് x കുറച്ചാൽ 4 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 30 - x - x ഈസ് ഈക്വൽ ടു 4 എന്ന് എഴുതാം അല്ലേ. 30 - x - x ഇങ്ങനെ 30 - x - x ഈസ് ഈക്വൽ ടു 4. അപ്പോൾ 2 - x വന്നാൽ എന്താ, ഒരുമിച്ച് എഴുതുമ്പോൾ 30 - 2x ഈസ് ഈക്വൽ ടു 4 എന്ന് എഴുതുക. 30 - 2x ഈസ് ഈക്വൽ ടു 4 എന്ന് എഴുതാം അല്ലേ. അതായത് -2x ഇവിടെ വെച്ചിട്ട് എക്സിൻ്റെ വാല്യൂ കാണുന്നത് -2x ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെച്ചിട്ട് 13 അപ്പുറത്തേക്ക് കൊണ്ടുമ്പോൾ 4 - 30 എന്ന് വരും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. -2x ഈസ് ഈക്വൽ ടു 4 - 30 ഈസ് ഈക്വൽ ടു -26 എന്ന ആൻസർ വരും. അപ്പോൾ -2
സ്ഥലത്തുള്ളതുകൊണ്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ട, അത് വെട്ടിപ്പോയി. പിന്നെ ബാക്കി വരുന്നത് 2x = 26 ആണ്. അപ്പോൾ 2x = 26 എന്ന് എഴുതാം. പിന്നെ ബാക്കി വരുന്നത് 2x അല്ലേ, അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കാണണം. അപ്പോൾ x = 26/2. 26/2 = 13 എന്ന ആൻസർ വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്പർ എന്താണ്? അപ്പോൾ ഒരു നമ്പർ 13 ആണെന്ന് പറയാം. എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ കണ്ടത് 13 ആണ്. ആൻഡ് അതർ ഈസ് 30 - 3, അതായത് 30 - x ആണ് വേറൊരു നമ്പർ, അത് 17 ആണ്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടു, മറ്റു വാല്യൂ കൂടെ ഉണ്ട് പറഞ്ഞല്ലോ. ആ വാല്യൂ കാണുന്നുണ്ടെങ്കിൽ x - 30 - x ആയിരുന്നു. അപ്പോൾ 30 - 13 = 17 എന്ന ആൻസർ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2/3 of a number increased by 5 = 27. ഫൈൻഡ് ദ നമ്പർ. അതായത് ഒരു നമ്പറിൻ്റെ 2/3 ഇൻക്രീസ് ചെയ്തു, +5 കൂടെ കൂട്ടിയാൽ 27 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്പർ x ആണെന്ന് നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മൾ എക്സിൻ്റെ 2/3 അതിലേക്ക് +5 കൂടെ കൂട്ടിയാൽ 27 കിട്ടും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ രൂപത്തിൽ എഴുതി 2/3 of x + 5 = 27. ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടെത്തണം. അതായത് എക്സിൻ്റെ 2/3ലേക്ക് 5 കൂട്ടിയപ്പോൾ 27 കിട്ടി. അപ്പം അതിനെ ഇവിടെ, അതായത് പ്ലസ് ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ താഴെ ഡിനോമിനേറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ 5/1 എന്ന രീതിയിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 2 × x 2x, ഇവിടെ 5/1, അപ്പോൾ 2x + 3 × 5 15. 3 × 5 15 വരും. അടിയിൽ 3 എന്ന് വരും. അതായത് 2x/3 ഇങ്ങനെ വരും. അപ്പോൾ 2x ഓക്കെ + 3 × 5 15 /3 എന്ന് വരും. ഈ /3 27 × 3 ആയിട്ട് വരും. ഈ 3 ഇല്ലേ, ഡിവിഷന് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അതാണ് 27 × 3 81 വന്നത്. ഓക്കെ, ഇതിങ്ങനെ വരുമ്പോൾ 2x × 1 2x, 3 × 5 എന്താണ് 15. ഓക്കെ, ഇനി ഈ 3 ഉള്ള 3 × 1 ഇവിടെ 3 എന്ന് കൊടുത്തു, 27 ഉണ്ട് അല്ലേ. അപ്പോൾ 2x + 15 = ഇനി എഴുതാൻ 2x + 15 = 27 × 3 എന്ന് എഴുതാം. 2x + 15 = 27 × 3. അതാണ് 2x + 15 = 81. 27 × 3 81 കൊടുത്തത്. അപ്പോൾ 2x = 81 - 15 = 66 എന്ന് കിട്ടും. അപ്പോൾ x = 66/2 = 33. 66നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 33 എന്ന് കിട്ടും. അപ്പോൾ നമ്പർ എത്രയാണ്? 33 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഈസ് ഗിവൺ ബൈ D = 50 - 5p. Find the maximum price anybody will pay for the commodity. Second, the amount demanded when a commodity is free good. ഇപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് D = 50 - 5p എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം പ്രൈസ്, ആ കമ്മോഡിറ്റിക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന മാക്സിമം പ്രൈസ് എന്താണെന്ന് കണ്ടെത്തുക. അതേപോലെ കമ്മോഡിറ്റി ഫ്രീ ഗുഡ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് 0 ആണെന്നുണ്ടെങ്കിൽ എത്ര ആയിരിക്കും ഡിമാൻഡ് എന്നുള്ളത് കണ്ടെത്തുക. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആൻസർ എഴുതുമ്പോൾ D = 50 - 5p, നമുക്ക് തന്നിട്ടുള്ളത് 50 - 5p എന്ന് എഴുതി. ഇനി മാക്സിമം പ്രൈസ് പെയ്ഡ് ഈസ് വെൻ ദ ഡിമാൻഡ് ഈസ് 0. അപ്പോൾ 0 ആണ് ഡിമാൻഡ് എന്നുണ്ടെങ്കിൽ, അതായത് ദ മാക്സിമം പ്രൈസ് എനിബഡി വിൽ പേ ഫോർ ദി കമ്മോഡിറ്റി. മാക്സിമം പ്രൈസ് എത്രയാണെന്നുള്ളത് കാണാനാണ്. D = 0 നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ നമ്മൾ 50 - 5p = 0 എന്ന് എഴുതും. 5p ആണ്, അപ്പോൾ 5p = 50. അപ്പോൾ p നമുക്ക് എങ്ങനെ കാണാൻ പറ്റുക? 50/5 ചെയ്യുമ്പോൾ 10 rupees എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ്, വെൻ ദ കമ്മോഡിറ്റി ഈസ് എ ഫ്രീ ഗുഡ് പ്രൈസ് ഈസ് 0. കമ്മോഡിറ്റി ഫ്രീ ഗുഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രൈസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ പീൻ്റെ അവിടെ 0 ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ D = 50 - 5p അല്ലേ. അപ്പോൾ 5 × 0 വരുമ്പോൾ അത് 0 ആയിട്ട് പോയി. അപ്പോൾ ബാക്കി വരുന്നത് 50 ആണ്. അപ്പോൾ D = 50 - 0 = 50 എന്ന് തന്നെ ആൻസർ വരും. സോ ദ എമൗണ്ട് ഡിമാൻഡഡ് വെൻ ദ കമ്മോഡിറ്റി ഈസ് എ ഫ്രീ ഗുഡ് ഈസ് ഈക്വൽ ടു 50. ഇതന്നെ ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇക്വേഷനിൽ എന്താണോ പറയുന്നത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ എന്താണോ നമുക്ക് തന്നിട്ടുള്ള അൺനോണ് അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ സിമ്പിൾ ലീനിയർ ഇക്വേഷൻസിൽ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് തന്നെയായിരിക്കും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് തന്നെയായിരിക്കും. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ദാറ്റ്സ് ഓൾ.